ഈ സ്പിതി ട്രിപ്പിൽ ഉയരം കൂടുന്തോറും ചായയുടെ മാത്രമല്ല അനുഭവങ്ങളുടെ സ്വാദ് കൂടുന്നുണ്ട്. ചെന്നെത്തുന്ന സ്ഥലങ്ങളിലെ കാഴ്ചകളും അതിലുപരി അവിടുത്തെ ആളുകളുടെ സമീപനവും എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി ഞങ്ങളിൽ നിറച്ചുകൊണ്ടിരുന്നു. കിണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ മുൻ ഹെഡ് ക്വാർട്ടേഴ്സായ കൽപ്പയിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്കിനി ഓടിയെത്താനുള്ളത് കിണ്ണൂറിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ വില്ലേജായ നാക്കോയിലേക്കാണ്. നാക്കോയുടെ ഹൃദയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൽപ്പയിൽ നിന്ന് 100 കിലോമീറ്റർ സഞ്ചരിക്കണം നാക്കോ എത്തുവാനായിട്ട്. അതിൽ 65 കിലോമീറ്റർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആയ നാഷണൽ ഹൈവേ 5-ൽ കൂടിയും ബാക്കിയുള്ള 34 കിലോമീറ്റർ NH5-ന്റെ സബ് റോഡായ NH505-ലും കൂടിയാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു മെയിൻ റോഡാണ് പഞ്ചാബിലെ ഫിറോസ്പൂർ എന്ന സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡോ ചൈന ബോർഡറായ ഷിപ്കല വരെയുള്ള NH5. നല്ല കിഡിലൻ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന ഒരു റോഡാണ് നാക്കോയിലേക്കുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഗ്രാമങ്ങളൊക്കെ ആയിട്ട് വേറെ ഏതോ ഒരു ഗ്രഹത്തിലൊക്കെ ചെന്നൊരു ഫീൽ. മെയിൻ റോഡിൽ നിന്നും ചെറിയൊരു ഡീവിയേഷൻ എടുക്കണം നാക്കോ വില്ലേജിലേക്ക് കയറാനായിട്ട്. 12,000 അടി ഉയരത്തിലുള്ള ഈ വില്ലേജിൽ തണുപ്പിനും കുറച്ച് കാഠിന്യം കൂടുതലാണ്. നമ്മളിത് അങ്ങനെ നാക്കോ വില്ലേജിലെത്തി. ആളും അനക്കവും ബഹളങ്ങളും ഒന്നുമില്ലാത്ത സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പാറി പറക്കുന്ന ഒരു സുന്ദര ഗ്രാമം. ഗ്രാമത്തിന്റെ എൻട്രൻസ് കടന്ന് അകത്ത് കയറുമ്പോൾ വലിയൊരു ഗ്രൗണ്ടും അതിന്റെ സൈഡിൽ പുതിയ കുറച്ച് ബിൽഡിങ്സും കാണാം. ആ കൂട്ടത്തിൽ നാക്കോയിലെ പുതിയ മൊണാസ്ട്രി ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കല്ലും മണ്ണും കൊണ്ട് പണിത കുറച്ച് പഴയ ബിൽഡിങ്സും കാണാം. ശ്രീബുദ്ധന്റെയും ബുദ്ധമതത്തിന്റെയും സാമീപ്യം അറിയിക്കുന്ന സ്തൂപങ്ങളും പ്രെയർ വീലുകളും പ്രെയർ ഫ്ലാഗുകളും എല്ലാം നമുക്കവിടെ കാണാൻ പറ്റും. ഇത്രയ്ക്ക് സമാധാനവും പോസിറ്റിവിറ്റിയും നൽകുന്ന മറ്റൊരു സ്ഥലം അടുത്തെങ്ങും കണ്ടിട്ടില്ല. താങ്ക് യു. किधर पे? ठीक है, कहूँगा ना. हाँ. താങ്ക് യു. ചോദിച്ചിട്ട് പോലുമില്ല ആപ്പിളൊക്കെ തിന്നാൻ തോന്നുന്നു കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നാക്കോ വില്ലേജ് ഒന്ന് നടന്ന് കാണാൻ ഓർത്തു. കൂട്ടത്തിൽ ഫേമസ് ആയ നാക്കോയിലെ ലേക്കും. അമ്മാ ലേക്ക് ഇതറേ ലേക്ക്. വീടുകൾക്കിടയിലൂടെയുള്ള ഇതുപോലത്തെ ചെറിയ ഇടവഴി കൂടെ വേണം നമുക്ക് പോകാനായിട്ട്. തുടക്കത്തിലൊക്കെ ഈ വീടുകളുടെ മുൻപിലൂടെ പോകാൻ ചെറിയൊരു മടി തോന്നിയിരുന്നു. വേറൊന്നും കണ്ടല്ല, അവരുടെ പ്രൈവസി നമ്മൾ കാരണം നഷ്ടപ്പെടുമോ എന്നോർത്ത്. പിന്നെ ഇവരുടെ നമ്മളോടുള്ള സമീപനമൊക്കെ കണ്ടപ്പം ആ ഒരു തോന്നലങ്ങ് മാറിക്കിട്ടി. ഇതാണ് നാക്കോ ലേക്ക്. 1 മാസം കൂടെ കഴിഞ്ഞാൽ തണുത്തുറഞ്ഞ ഐസ് കട്ടയായി മാറാൻ പോകുന്ന ലേക്ക്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഈ ലേക്കിലൂടെ പെഡൽ ബോട്ട് ഓടിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അത് അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. നേരം പതിയെ ഇരുട്ടി തുടങ്ങി. തിരിച്ചു നടന്നാലോ? ഇതാണ് ഇവിടുത്തെ കാലിത്തൊഴുത്തുകൾ. മഴക്കാലത്തും എക്സ്ട്രീം വിന്റർ കണ്ടീഷനിലും വളർത്തുമൃഗങ്ങളെ ഇവർ ഇവിടുത്തെ വീടുകളിലേക്ക് മാറ്റുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? അടിസ്ഥാന സൗകര്യങ്ങൾ പോലും പരിമിതമായൊരു ഗ്രാമമാണിത്. എങ്കിലും എത്ര വൃത്തിക്കാണ് അവർ ഈ സ്ഥലം നോക്കുന്നതെന്ന്. ഇതൊക്കെയാണ് ഇവിടെയുള്ള മനുഷ്യരുടെ ക്വാളിറ്റികൾ. എല്ലാം ഒരുപോലെ ഇരിക്കുന്ന വഴികളായതുകൊണ്ട് തിരിച്ചുള്ള നടത്തം കുറച്ചൊന്ന് കറങ്ങേണ്ടി വന്നു. मोनास्ट्री किधर है? मोनास्ट्री कैसे ओके. 800-ൽ താഴെ മാത്രം ആളുകളുള്ളൊരു ചെറിയ ഗ്രാമമാണ് നാക്കോ. ഇതിനടുത്തടുത്തായിട്ട് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ വേറെയുമുണ്ട്. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട വരുമാന മാർഗം ആപ്പിൾ കൃഷി തന്നെയാണ്. നാക്കോ എന്ന ഈ സ്ഥലം ഹിമാചൽ പ്രദേശിന്റെ ഭൂപടത്തിലെ ഒരു ചെറിയ ഗ്രാമം മാത്രമല്ല, ഇവിടെ വരുന്നവരെ തന്നിലേക്ക് ചേർത്ത് നിർത്താൻ കഴിവുള്ള ഒരു മാജിക്കൽ ലാൻഡ് കൂടിയാണ്. ഈ സ്പിതി ട്രിപ്പിൽ ഇത്രയധികം ഇമോഷണലി കണക്റ്റായ വേറൊരു സ്ഥലവും ഉണ്ടായിട്ടില്ല. നേരം ഇരുട്ടി തുടങ്ങി. തണുപ്പിന് കാടിന് ഏറി വന്നു. നാക്കോ എന്ന ഈ കൊച്ചു ഗ്രാമത്തിന് ഇനിയും നമ്മളോട് പറയാൻ എന്തൊക്കെയോ ബാക്കിയുണ്ട്. എടാ നീ കയറിയോ? ഇവിടെ കിടക്കാൻ പരിപാടി. വാ കണ്ടിട്ട് വാ പോരും. തലേന്ന്
പെട്ടെന്ന് കൽപ്പയിൽ നിന്ന് നാക്കോയിലെത്തിയ നമ്മൾ അവിടെയുള്ള നെഹ്റു ഹോം സ്റ്റേയിൽ റൂം എടുത്തു. പിറ്റേന്ന് വെളുപ്പിനെ തന്നെ നാക്കോയിലെ ഫേമസ് അട്രാക്ഷനായ നാക്കോ ലേക്ക് കാണാനായിട്ട് വീണ്ടും നമ്മൾ പോയി. हाय, घर किधर है? घर किधर है? हाँ. वो हाई स्कूल है ना, दूसरा स्कूल है ना? हाँ, प्राइमरी किधर है? नीचे है. हाँ हाँ. ഇതാണ് ഇവിടുത്തെ സ്കൂൾ സെറ്റപ്പ്. ഇവിടെ കാണുന്ന ഹൈസ്കൂളും താഴെ കാണുന്നത് പ്രൈമറി സ്കൂളുമാണ്. അപ്പം ഈ നാക്കോയിലുള്ള കുട്ടികൾ മാത്രമല്ല, അടുത്തുള്ള ഗ്രാമത്തിലെ കുട്ടികളും ഇവിടെ വന്ന് പഠിക്കാറുണ്ട്. ഇവിടെ അടുത്തുള്ള സ്കൂൾ ഇത് മാത്രമേ ഉള്ളൂ. ഈ ചുറ്റുവട്ടമൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഓക്കെ, അവിടെ നിൽക്കുള്ള കുട്ടികളൊക്കെ ബസ്സിനും നടന്നും എല്ലാം വന്ന് പഠിക്കുന്നത് ഈ നാക്കോയിലെ ഈ സ്കൂളിലാണ്. ടാറ്റാ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഹോസ്പിറ്റൽ കേസ്. ഓക്കെ, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ ഈ തൊട്ടടുത്ത് തന്നെ ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. ഓക്കെ, അവിടെയാണ് ഇവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബേസിക്കായിട്ട് വേണ്ട സെറ്റപ്പുകളെല്ലാം ഉണ്ട്. ഇത് ഗ്രാമപഞ്ചായത്ത് കാര്യാലയമാണ്. പിന്നെ LP സ്കൂളുണ്ട്, UP സ്കൂളുണ്ട്. LP സ്കൂളെന്ന് പറയുമ്പോൾ അവിടെ 15-ൽ പരം കുട്ടികളാണ് പഠിക്കുന്നത്. UP സ്കൂളിൽ 35ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നാണ് ഇവിടെ നിന്ന് അറിയാൻ പറ്റിയത്. പോപ്പുലേഷൻ ആകെ 1000-ൽ താഴെ പോപ്പുലേഷൻ മാത്രമേ ഉള്ളൂ നാക്കോയിൽ. അവിടെ നമുക്ക് നെഹ്റു ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേ ഒക്കെ കിട്ടി. വെറും 900 രൂപയ്ക്ക് അല്ലടാ, റൂം, അടിപൊളി റൂം, ഫുഡ് എല്ലാം കൂടെ നമുക്ക് മൊത്തത്തിൽ ചിലവ് 1500 രൂപ താഴെ വന്നിട്ടുള്ളൂ. വൈകിട്ടത്തെ ഫുഡും രാവിലത്തെ ഫുഡും എല്ലാം ഉൾപ്പെടെ അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് റൂമിൻ്റെ കാര്യങ്ങളൊക്കെ. ഇദ്ദേഹത്തിൻ്റെ मेरा नाम ദ്രംനേഗി എന്നാണ്. ദ്രംനേഗിൻ്റെ ബായ് ചേട്ടൻ നെഹ്റു എന്ന് പറഞ്ഞ നെഹ്റു ബായിൻ്റെയാണ് ഹോം സ്റ്റേ. അപ്പോൾ നമ്മളിപ്പോൾ വന്നത് നവംബർ ടൈമിലാണ്. നവംബർ ടൈമിൽ അധികം തിരക്കില്ലാത്ത സമയമായതുകൊണ്ട് നമുക്ക് വന്ന് കയറിയപ്പോൾ റൂം കിട്ടി. പക്ഷേ ഇപ്പം നിങ്ങൾ സീസണിലേക്കാണ് വരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ കാണിക്കുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈ നെഹ്റു ഹോം സ്റ്റേയുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്പർ. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന മൊണാസ്ട്രിയാണ്. 1025 പണിയാണ്, അതായത് ഏകദേശം 1000 വർഷം എടുത്ത്. എങ്ങനെ ചോദിക്കുന്നത് ആദ്യമായിട്ടാ? എല്ലാ മൊണാസ്ട്രിയുടെ ഫ്രണ്ടില് ക്യാമറ ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ എടുത്ത് കാണിക്കാനാണ് പറയുന്നത്. മൊണാസ്ട്രി കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒന്നിലധികം ബിൽഡിങ്സ് ഉണ്ട്. അതിൽ ഈ കാണുന്നതാണ് മെയിൻ മൊണാസ്ട്രി. ഇതിനുള്ളിൽ വളരെ പഴക്കമുള്ള ബുദ്ധന്റെ വിഗ്രഹങ്ങളും പെയിന്റിങ്സ് ഒക്കെ ഉണ്ട്. അകത്ത് കയറി ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞറിയിക്കാനേ നിവൃത്തിയുള്ളൂ. അവിടെ ഇതിൻ്റെ അകത്ത് മറ്റേ ആ വലിയ റിങ്ങില്ലേ, ആ സാധനമാണ്. പിന്നെ 2 ബുദ്ധയുടെ പ്രതിമയുണ്ട്. എവിടുന്ന പഠിച്ചോ? ഏതേ മലയാളിയിലൊന്നും പഠിപ്പിച്ചു പോയതോ? ലേക്കെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോഴാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത്. ഓ അവളുടെ ഒരു മെയിൻ ആള് വരുന്നുണ്ട്, അവരെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയാ. ഓ, മറ്റേ ലാമകളുടെയോ? ഓഹോ, റൊട്ടി, ചപ്പാത്തി ചുട്ടെടുക്കോടാ തീരിട്ട്. गुरुजी, हाँ क्यों गुरुजी? क्यों गुरुजी? गुरुजी का नाम? चोंगन. ओके. നോക്കി വെള്ളം ഇറക്കിയിട്ട് ചോദിപ്പിച്ചില്ല അവരെ കൊണ്ട്. എനിക്ക് വേണം വിശക്കുണ്ട്. ഓക്കെ, താങ്ക് യു. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും ഇങ്ങനത്തെ മനസ്സിലായോ? അകത്തുപോയ ചായ കിട്ടുമെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു വിടുവാ. നമ്മുടെ നാട്ടിൽ കിട്ടും. ഇങ്ങനെ നോണിറക്കി നിന്നാ കിട്ടും. ഇങ്ങനെ നോണിറക്കി കിട്ടും.
नहीं देखने के लिए आए। वो नाम क्या है दीदी? पूरी पूरी ഊരിയടോ ഓ ഓക്കെ ഓക്കെ. നമ്മളേതായാലും ഗുരുജി വരുന്ന സമയത്താണ് വന്നത്. അതുകൊണ്ട് പൂരി ഇട്ടില്ല, ചപ്പാത്തി ഇട്ടില്ലേ. നൈസ് പരിപാടി പോയിട്ടോ. ഇവർക്ക് ഇതൊക്കെ ആയിരിക്കും ഒരു ആഘോഷമായിട്ട്. നമുക്കിത് ഗുരുജിയൊക്കെ കണ്ട് ഇവിടെ പരിപാടിയും കൂടിയിട്ട് അങ്ങ് പോകാം. ഓക്കെ. അരി അരി അല്ലേ? ഓ പനീർ ഇല്ല, പനീർ ചീസ് ചാവലുണ്ട്, ചീസ് ഉണ്ട്, പനീറുണ്ട്, പിന്നെ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ അങ്ങോട്ട് ഇടും. തുപ്പ 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 ലോക്കൽ എന്തായാലും എല്ലാം ഇട്ടു. गुरुजी कहाँ से आएंगे? गुरुजी नीचे से आ गए, कालपा से यहाँ आ गए। सिर्फ दिन रात को ऊपर जाएगा. कहाँ से जाएगा? ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കുള്ള തുപ്പ റെഡിയാക്കി തന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നമുക്കുള്ളതല്ല ആക്ച്വലി. ഈ വരെ വന്ന് കൊതി ഇറക്കി നിന്നപ്പം സഹതാപം തോന്നിയിട്ടാണ് ആ ചേച്ചി നമുക്ക് തുപ്പ ഉണ്ടാക്കി തന്നത്. തണുപ്പൊക്കെ ഉള്ള സമയത്ത് നല്ലതെന്ന് പറഞ്ഞത്, ശരീരം ചൂടാകാൻ. കുറേ ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പയറ്, പിന്നെ പരിപ്പ്, കുറേ ഇലകള്, ചീസ്, അതാണ് തീരെ ഭയങ്കര റൈസ്. അതിന്റെ നാട്ടിലൊക്കെ നമ്മൾ ഈ തൈക്കഞ്ഞി സെറ്റപ്പ് അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആണ്. നല്ല നല്ല തൊണ്ടഭാഗ്യം ഉണ്ടല്ലോ അല്ലേ, നടക്കുന്നിടത്ത് കൂടെ ഒക്കെ ഫുഡ്. നിസ്സാര സമയം കൊണ്ടാണ് ഇവർ ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയത്. ഓരോ കാര്യങ്ങളും ഓരോ സെക്ഷനായി തിരിച്ച് അവ പല ഗ്രൂപ്പുകൾക്ക് അസൈൻ ചെയ്ത് വളരെ അച്ചടക്കത്തോടെയും സമാധാനത്തോടെയുമാണ് അവരത് ചെയ്തു തീർത്തത്. ആ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പം ആ ഒരു ആഘോഷം ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് മനസ്സിൽ തോന്നി. നമ്മുടെ ഗുരുജി ലാമ എത്താറായി. അപ്പോൾ പിന്നെ അതുകൂടെ എടുത്തിട്ട് പോകാമെന്ന് ഓർത്തു. ഇവിടെ ചുറ്റും നോക്കി ആൾക്കാരൊക്കെ സെറ്റായിട്ട് നിൽക്കുവാണ്. എന്തൊക്കെയോ ഒക്കെ സംഭവമുണ്ട്, എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ദീദി ഗുരുജി കാ നാം ക്യാ ഹൈ? ചൊങ്കിൻ റിംപോച്ചെ. ഓക്കെ, ചൊങ്കിൻ റിംപോച്ചെ അതാണ് പേര്. ഇവരൊക്കെ വളരെ ഡിസിപ്ലിനായിട്ട് കയ്യിൽ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പിടിച്ച് ഇവിടെ നിൽപ്പുണ്ട്. ഇത് നമുക്കൊരു ബോണസ് ആയിട്ട് കിട്ടിയ ഐറ്റം കേട്ടോ. इधर कांटे घुस गया ना, ऐसे करके निकाल दूं उसको. ഓക്കെ, ऐसे ऐसे करके. മുള്ള് കയ്യിൽ മുള്ളുണ്ട്. ഓക്കെ, എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഹായ്. दीदी वो पूरा आदमी इधर है पूरा? हाँ. I think they will keep it in hand only, right? They won't give it to that. Keep in the hand. I think it's like offering. Then keep it. Okay, only to receive the offering.
ആ സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. ഇവരുടെ ഗുരുജി ഇവരെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിമിഷ നേരം കൊണ്ട് ഇത്രയും ഒരുക്കങ്ങളൊക്കെ ചെയ്തെങ്കിൽ ശ്രീബുദ്ധന്റെ ജന്മദിനം പോലുള്ള ഇവരുടെ മറ്റുള്ള 8 ആഘോഷങ്ങൾ ഇവർ എങ്ങനെയായിരിക്കും ആഘോഷിക്കുക എന്നുള്ളത്. ഈ ഒരു ആഘോഷത്തിന്റെ രീതി ഇങ്ങനെയാണ്. പ്രധാന കവാടത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് കാൽനടയായിട്ട് ഗുരുജി പ്രധാന മന്ദിരത്തിലെത്തും. അവിടെ പ്രദക്ഷിണമൊക്കെ വെച്ച ശേഷം മൈതാനത്തിൽ ഒരുക്കിയിരിക്കുന്ന വേദിയിൽ എത്തിച്ചേരും. അവിടെ വെച്ച് അദ്ദേഹം വിശ്വാസികളെ അഭിസംബോധനയൊക്കെ ചെയ്തിട്ട് ഭക്ഷണം കഴിച്ച ശേഷം പിരിയും. ഇത് കാണാതെയും എക്സ്പീരിയൻസ് ചെയ്യാതെയൊക്കെ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായേനെ. ഇന്ത്യയുടെ അങ്ങ് താഴെ അറ്റത്ത് കിടക്കുന്ന കേരളത്തിൽ നിന്ന് ഇങ്ങ് മുകളിൽ ഹിമാലയത്തിൽ വന്ന് ചെറുപ്പത്തിൽ ലാലേട്ടൻ്റെ യോധ സിനിമയിൽ മാത്രം കണ്ട ലാമയെയും അനുയായികളെയും അടുത്ത് കാണുകയും അവരോടൊപ്പം താമസിക്കുകയും ഒക്കെ ചെയ്ത ഈ ഒരു എക്സ്പീരിയൻസ് കുറേ അധികം സ്വപ്നങ്ങൾ കണ്ടു കണ്ടുവരുന്ന 2 മലയാളികൾക്ക് വാക്കുകൾക്കും കാഴ്ചകൾക്കും ഒക്കെ അപ്പുറത്താണ്. സ്പിതി ഒരു മാജിക്കൽ ലാൻഡാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ ഈ നാക്കോ എന്ന കൊച്ചു ഗ്രാമം ഇറ്റ്സ് ട്രൂലി മാജിക്കൽ. കാഴ്ചകൾ കാണുവാനായിട്ട് ഇനിയും ഉണ്ട് കുറേ അധികം. നാക്കോയോടെ കിന്നോർ ഡിസ്ട്രിക്റ്റിലെ കാഴ്ചകളൊക്കെ തീരുകയാണ്. ഇനി നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് സ്പിറ്റി ലാഹോൾ ഡിസ്ട്രിക്റ്റിലോട്ടാണ്. താബോ, ഡങ്കർ, കാസ എന്നൊക്കെ തുടങ്ങിയ അതിമനോഹരമായ ഗ്രാമങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ മാജിക്കൽ സ്പിതിയിലെ ഒരു മാജിക്കൽ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.